Hi, good morning everyone. Today we discuss about profit and loss account. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ പഠിച്ചു. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റിസൾട്ട്, that is net profit or net loss at the end of the year. Next, balance sheet ആയിരുന്നെങ്കിലോ? Balance sheet is prepared to find out the financial position of a business organization. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചു. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു ഫസ്റ്റ്. പിന്നെ എന്തായിരുന്നു? പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെയോ അതിൽ സെയിൽസ്, പിന്നെ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യാം. ഇനി ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ അതിൻ്റെ ഡിഫറൻസ് വരും അല്ലേ. ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്, ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് കൂടുതൽ ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഗ്രോസ് ലോസ്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഷോസ് ഓൺലി ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ഓൺലി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് അല്ലേ. അപ്പം നമ്മൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. പിന്നെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വെച്ചാണ്? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇതെന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഏത്? ഗ്രോസ് പ്രോഫിറ്റ്. ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. ഇതിൻ്റെ റിസൾട്ട് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇൻക്ലൂഡ് സാലറീസ് ഓഫ് ഓഫീസ് വർക്കേഴ്സ് സാലറീസ്, അതുപോലെ തന്നെ റെൻറ്റ് റേറ്റ്സ്, ടാക്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. സാലറീസ് ഓഫ് ഓഫീസ് വർക്കേഴ്സ് ആണ് ഓഫീസ് സാലറി. പിന്നെ റെൻറ്റ് റേറ്റ്സ്, ടാക്സ് എക്സെട്ര. ഇതാണ് എവിടെ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് ഇൻക്ലൂഡ് സാലറീസ് ഓഫ് സെയിൽസ്മാൻ, അഡ്വർടൈസ്മെൻറ്റ്, പിന്നെയോ കാരേജ് ഓൺ സെയിൽസ് എക്സെട്ര. ഈ രീതിയിലുള്ള ഐറ്റംസാണ് ഏതിൽ വരുന്നത്? സെല്ലിംഗ് എക്സ്പെൻസ്. നെക്സ്റ്റ് വൺ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. അപ്പോൾ ഇത് എക്സ്പെൻസ് സൈഡാണ്. ഇനി ഇൻകം സൈഡ് റവന്യൂ റിസീറ്റ്സ് എന്ന് പറയുമ്പോൾ ഓൾ റിസീറ്റ്സ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓൾ റിസീറ്റ്സ് മീൻസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ് എക്സെട്ര. അപ്പോൾ ഇതെവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് സൈഡും നോക്കുക, റഫായിട്ടൊന്ന് ടോട്ടലി ചെയ്യുക. ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ കൂടുതൽ എമൗണ്ട് രണ്ട് സൈഡിലും ഒരേ ലെവലിൽ എഴുതുക. അതിനുശേഷം എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അവിടെ ബാലൻസ്. ഈ സൈഡ് കൂടുതലും ഈ സൈഡ് അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഡിഫറൻസ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ എവിടത്തേക്ക് മാറ്റുക? ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പോൾ ഡിഫറൻസ് ഇവിടെ വരും. ഇനി ഇതെന്താണ്? എക്സ്പെൻസ് സൈഡ് അല്ലേ. എക്സ്പെൻസ് സൈഡ് കൂടുതൽ, ഇൻകം സൈഡ് കുറവ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? ബാലൻസ്. അപ്പോൾ എന്താണ്? നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. നെറ്റ് ലോസ് ആണ് വരിക. ആ നെറ്റ് ലോസ് അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ അതായത് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് ചെയ്യുക? ആഡഡ് ടു ക്യാപിറ്റൽ. ആ പ്രോഫിറ്റ് ഉണ്ടായാൽ ഇയാളുടെ ക്യാപിറ്റൽ കൂടുതലായി, ഇയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ
ആണ് ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ ഇയാളുടെ പ്രോഫിറ്റ് ഇയാൾക്ക് എന്ത് കിട്ടും? തിരിച്ച് കിട്ടും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ആഡഡ് ടു ക്യാപിറ്റൽ. ഇനി നെറ്റ് ലോസ് ആണെങ്കിലോ? നെറ്റ് ലോസ് ആണെങ്കിൽ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫോം ഞാൻ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് വരും, അത് എഴുതാനുള്ള സ്പേസ് നമുക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഹെഡ് മാത്രം കൊടുത്തത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ ഏതെല്ലായിരുന്നു വരിക? സാലറീസ് ഓഫ് ഓഫീസ് വർക്കേഴ്സ്, അതുപോലെ തന്നെ റെൻറ്റ്, റേറ്റ്സ്, ടാക്സ് എക്സെട്ര. പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസിലാണ് ഏത് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സെട്ര. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസിൽ സാലറീസ് ഓഫ് സെയിൽസ്മാൻ, അഡ്വർടൈസ്മെൻറ്റ്, ക്യാരേജ് ഓൺ സെയിൽസ് എക്സെട്ര. എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസിൽ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എക്സെട്ര. പിന്നെ ഡിഫറൻസ് ഇവിടെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ഇവിടെയാണെങ്കിൽ നെറ്റ് ലോസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഏകദേശം ഒരു 16 അഡ്ജസ്റ്റ്മെൻറ്റ്സോളം ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലായി. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്താണ് നോക്കാം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ഫോമാറ്റ് ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ അതിൻ്റെ മെയിൻ ഹെഡ് മാത്രം പഠിച്ചല്ലോ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന മെയിൻ ഹെഡിൽ അടങ്ങിയിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമാറ്റാണ് ഇത്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരിക്കലും വരില്ല. ഈ ഫോമാറ്റ് നന്നായി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എപ്പോഴായിരുന്നു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക? ഫസ്റ്റ് എന്ത് പ്രിപ്പയർ ചെയ്യും? ജേണൽ, അതിനുശേഷം ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ്, അതിനുശേഷമാണ് ഏത് വരുന്നത്? ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്ന ഐറ്റംസാണ് എന്ത് ചെയ്യുന്നത്? എന്തായി വരുന്നത്? അഡ്ജസ്റ്റ്മെൻ്റായി വരുന്നത്. അതായത് ജേണലിലോ ലെഡ്ജറിലോ അപ്പിയർ ചെയ്യാത്തത്, അതാണ് അഡ്ജസ്റ്റ്മെൻ്റായി വരുന്നത്. അപ്പം നമ്മൾ ജേണലിൽ ലെഡ്ജറിലെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ജേണലിൽ ചെയ്തു, പിന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു, പിന്നെ ട്രയൽ ബാലൻസിൽ വന്നു. പിന്നെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഫൈനൽ അക്കൗണ്ട്സിൽ ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഈ മൂന്നിലേതെങ്കിലും ഒന്നിലാണ് ചെയ്യുക. ഇതെന്താണ്? നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുമ്പേ വന്ന ഐറ്റംസ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്ന ഐറ്റംസാണ് എന്തായി വരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റായി ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അത് 2 സ്ഥലത്ത് ചെയ്യേണ്ടത് വരും. 2 സ്ഥലത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് വരും. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാണ്? ട്രയൽ ബാലൻസിൽ വന്നില്ല, അതിൻ്റെ മുമ്പേ ജേണലിലോ ലെഡ്ജറിലോ ട്രയൽ ബാലൻസിലോ ഈ ഐറ്റം വന്നില്ല. അതുകൊണ്ട് അത് 2 സ്ഥലത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസോൾഡ് ഗുഡ്സ്, അതായത് നമ്മൾ വിൽക്കാത്ത ഗുഡ്സാണ്. അൺസോൾഡ് ഗുഡ്സ് ലേയിങ് ഇൻ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. അൺസോൾഡ് ഗുഡ്സ് ലേയിങ് ഇൻ സ്റ്റോക്കായി നമ്മളുടെ സ്ഥാപനത്തിൽ കെട്ടിക്കിടക്കുന്ന ഗുഡ്സാണ് ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ സാധാരണ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കുക എപ്പോഴാണ്? ലാസ്റ്റ് അല്ലേ? അപ്പോൾ ഏത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും? ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണഗതിയിൽ എന്തായിട്ടാണ് വരിക? അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റായി വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളത് എഴുതുക ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ 2 സ്ഥലത്ത് എഴുതണമെന്ന് പറഞ്ഞല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓർത്ത് വെക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതേണ്ടി വരും? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അതേപോലെ രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതേണ്ടി വരും. എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വന്നതെങ്കിൽ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ചില കേസിൽ, എപ്പോഴെങ്കിലും ചില കേസിൽ അത് എവിടെ വരും? ട്രയൽ ബാലൻസിൽ വരും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എവിടെ എഴുതാൻ പാടില്ല? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ പാടില്ല. ഇനി അപ്പോൾ പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് ഇത്. ചില സമയത്ത്
എക്സാമിന് അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതാൻ തരാറുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് ഇത്. അഡ്ജസ്റ്റിംഗ് എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക. ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ ഏതാ പോസ്റ്റ് ചെയ്യുക? ഡെബിറ്റ് ആയിട്ടല്ലേ. അപ്പോൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിന് ഡെബിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ ഫസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക് മനസ്സിലായല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വന്നതെങ്കിൽ ഫസ്റ്റ് എവിടെ എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും പിന്നെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും. ഇനി സെക്കൻഡ് വൺ ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? പേ ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ റെൻറ്റ് പേ ചെയ്യാത്തത് കൊണ്ട് എവിടെ വന്നിട്ടുണ്ട്? അതായത് നമ്മൾ റെൻറ്റ് നമ്മളുടെ കഴിഞ്ഞ മാസത്തെ റെൻറ്റ് നമ്മൾ കൊടുത്തില്ല. അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് അത് എവിടെ വന്നിട്ടുണ്ടാവില്ല? അതായത് നമ്മൾ ചെയ്യുന്ന ഐറ്റംസേ നമ്മൾ എവിടെ ചെയ്യുന്നുള്ളൂ? ജേണലിൽ, ലെഡ്ജറിൽ. അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് ജേണലിലോ ലെഡ്ജറിലോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റായി വരും. അപ്പോൾ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഡ്യൂ ആയിട്ടുണ്ട്, പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എവിടെയായിരിക്കും ആഡഡ്? അതായത് ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. അതെങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരിക? വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ വേജസ് കൊടുത്തില്ല. ആ വേജസ് എവിടെയാണ് വരിക? ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ. അപ്പം വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ ആ വേജസ് നമ്മൾ എവിടെ എഴുതുക? ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇനി സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിലോ? സാലറി എവിടെയാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെയാണ് എഴുതുക? ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എക്സ്പെൻസ് വരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എക്സ്പെൻസ് വരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. പിന്നെ അതെവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ. ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെയെല്ലാം രണ്ടെണ്ണം എഴുതേണ്ടത്? ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ. അത് നമ്മൾ കൊടുക്കാനുള്ളതാണ്, നമ്മളുടെ ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരും. ഇനി തേർഡ് വൺ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണോ അതിൻ്റെ കൂടെ ആഡല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെൻസ് വീണ്ടും എന്തായി? കൂടുതലായി. എക്സ്പെൻസ് കൂടുതലാവില്ലേ അത് ആഡ് ചെയ്യുന്ന സമയത്ത്? അപ്പോൾ എക്സ്പെൻസ് കൂടുതലാകും, അതിന് ഡെബിറ്റ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി വരിക. ചില കേസിൽ 2-3 ഐറ്റം തന്നതിന് ശേഷം ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി മാത്രം എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇനി അടുത്ത നെക്സ്റ്റ് വണ്ണാണ് ഏത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി പേ ചെയ്യുന്ന എക്സ്പെൻസാണ് എന്ത് പറയുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതായത് നമ്മളുടെ ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ഒരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റെൻറ്റ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വർഷത്തത് ഒരുമിച്ച് കൊടുക്കുക. അപ്പോൾ അതെന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ പേ ചെയ്യുന്നതാണ്. അതാണ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയതുകൊണ്ട് അതെന്താണ്? നമ്മളുടെ അസറ്റാണ്. അഥവാ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് എന്താണത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? അസറ്റാണ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും ചെയ്യുക? ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ്, സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ്, റെൻറ്റ് ഇതൊക്കെയാണ് പ്രീപെയ്ഡ് ആയിട്ട് വരിക. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ് ആ ഐറ്റം ആ എക്സ്പെൻസ് ഏതാണോ അതിൽ നിന്ന് ലെസ് ചെയ്യുക. പിന്നെയോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഏത് വരിക? പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ് ആയിട്ടുള്ളത് അതിൽ നിന്ന് ലെസ് ചെയ്യുക, പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ.
ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് കുറയും. നമ്മൾ മുൻകൂട്ടി പേ ചെയ്തതാണ്, റെൻറ്റ് നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ്. അപ്പോൾ എക്സ്പെൻസ് കുറയുക ചെയ്യുക പ്രീപെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ആണ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ 3 അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ഓക്കെ.